അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? ഇന്ന് ലോക മാതൃദിനമാണ്, എല്ലാവർക്കും അറിയാം. ഇന്നത്തെ ലോക മാതൃദിനത്തിൽ ബഹുമാന്യനായ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി, പ്രസംഗവേദിയിലെ പ്രോഡോജ്വല പ്രഭാഷകനും ഒക്കെയായിട്ടുള്ള ബഹുമാന്യനായ KM ഷാജി സാഹിബ് ഇന്ന് ചന്ദ്രിക ദിനപത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനമുണ്ട്. വായിച്ചപ്പോൾ ഏറെ മനസ്സിൽ തട്ടി. അപ്പോൾ അത് നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോയിൽ ഒന്ന് നിങ്ങൾക്ക് കൂടി കേൾപ്പിക്കാലോ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത്. കാണാമറയത്തും ദൃശ്യാനുഭവമാകുന്ന വികാരം എന്ന തലക്കെട്ടിലാണ് ബഹുമാന്യനായ KM ഷാജി സാഹിബ് ഇന്ന് ചന്ദ്രിക ദിനപത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ലേഖനം തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ തുടങ്ങുന്നത്, നാഥ നീ കണ്ടേ തീരൂവെന്ന മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അതുല്യമായ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അറാഫ് പറയുന്നുണ്ട്. നിനക്കതിന് സാധിക്കില്ലെന്ന ആ മറുപടിയിലും തൃപ്തിയാവാതെ പ്രാർത്ഥനാപൂർവം ആവശ്യം ആവർത്തിക്കുന്നു. ഒടുവിൽ ഉപാധിയോടെ പരീക്ഷണാർത്ഥം അള്ളാഹുവിൽ നിന്ന് അനുമതി ലഭിച്ചപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനുണ്ടായ ആഹ്ലാദിക്യം ഊഹിക്കാവുന്നതിലും അപ്പുറമാണല്ലോ. ധൃതിപ്പെട്ട് തൂർസീന മല കയറുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ വെച്ച് വീഴാൻ പോകുന്നതിനെക്കുറിച്ച് തഫ്സീറുകൾ വ്യക്തമാക്കുന്നൊരു സന്ദർഭമുണ്ട്. മൂസ, ഇനി ശ്രദ്ധിക്കണം, നിൻ്റെ കരുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പില്ല. പ്രവാചകത്വത്തിൻ്റെ അത്യുന്നതയിലുള്ളപ്പോൾ സ്വന്തമായും അനുയായി വൃത്തങ്ങളുടെ 1000 പ്രാർത്ഥനകളും നിറഞ്ഞു നിൽക്കുമ്പോഴാണ് മൂസാ നബി അലൈഹി ഇസ്ലാം, ഇനി കരുതിക്കോ, നിനക്കായി എന്നോട് പറയാൻ നിൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പില്ലെന്ന അള്ളാഹുവിൻ്റെ ഓർമ്മപ്പെടുത്തൽ. 1000 പ്രാർത്ഥനകൾക്ക് മുകളിൽ നിറഞ്ഞു കത്തുന്നൊരു കാവലാണ് മാതാവ് എന്നുള്ളതാണ് ഇന്നത്തെ ബഹുമാന്യനായ ഷാജി സാഹിബിൻ്റെ ആ ഒരു ലേഖനത്തിൽ പറയുന്നത്. കഴിയാവുന്നിടത്തോളം രാജ്യങ്ങൾ കറങ്ങുക എന്നൊരു ശീലമാണ്. എവിടെ പോകുമ്പോഴും യാത്ര ചോദിക്കുമ്പോൾ ഉമ്മ പറയുന്ന കരുതലിൻ്റെ നിർദ്ദേശങ്ങളുമുണ്ട്. ഭക്ഷണം നേരത്തെ കഴിക്കണം തുടങ്ങി, ഫ്ലൈറ്റിൽ കയറുമ്പോൾ വീഴാതെ ശ്രദ്ധിക്കണം എന്നുവരെ ഒരു കുഞ്ഞിനോടെന്ന പോലെയാണ് ഇപ്പോഴും ഉമ്മ പറയുക. ലോകത്തിൻ്റെ ഏതു കോണിലായാലും നമ്മെ ഓർത്ത് വിങ്ങുന്ന അവരെ വിളിച്ച് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാലോ ഒന്നുമുണ്ടാവില്ല. ഒരു താല്പര്യമോ ആവശ്യമോ ഇല്ലാത്ത നമ്മുടെ പിറകിലെപ്പോഴും ഉപാധിയില്ലാതെ, കലവറ വറ്റാതെ, സ്നേഹവും കരുതലുമായി, അദൃശ്യമായി, നിറസാന്നിധ്യമായി എപ്പോഴും കൂടെ ഉണ്ടാവും നമ്മുടെ ഉമ്മ. ഓർമ്മ വെച്ച കാലം മുതൽ കാണുന്നത് നാട്ടുപഞ്ചായത്തുകളുടെയും മസ്ലഹത്തുകളുടെയും എല്ലാം രാപ്പകലില്ലാത്ത ആളും ബഹളവും നിറഞ്ഞ തറവാടാണ്. പൂമുഖത്ത് നിന്ന് ആളൊഴിയാൻ രാത്രി 2 മണി വരെയാവും. അടുക്കളയിൽ സഹായത്തിനുള്ള ഇയാളൊക്കെ പോയിട്ടുണ്ടാവും. നട്ടപ്പാതിരക്കും ഒരു മുഷിപ്പുമില്ലാതെ തീ ഊതിക്കത്തിച്ച് എല്ലാവർക്കും ചായ ഉണ്ടാക്കുന്ന ഉമ്മയാണ് എൻ്റെ കുട്ടിക്കാലത്തെ നിറഞ്ഞ ഓർമ്മ. വാപ്പ അവസാനത്തെ ആളെയും യാത്രയാക്കുന്നതുവരെ ഉമ്മ ചായ ഉണ്ടാക്കും. ഷാജി സാഹിബിൻ്റെ വാക്കുകളാണ്, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് ഇവിടെ പങ്കുവെക്കുന്നത്. ഒരിക്കൽ വല്ലുപ്പ, ഉമ്മയുടെ വാപ്പ, ഇങ്ങനെ ചായ ഉണ്ടാക്കി കെട്ടിട്ട് ഇവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞ് ഉമ്മയെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതൊക്കെ രസമുള്ള കാര്യമാണ്. അങ്ങനെ അറിയാതെ ചെറുപ്പത്തിൽ തന്നെ പൊതുപ്രവർത്തനത്തിലേക്ക് നടന്ന് അതിൽ ഊളിയിട്ട് തുടങ്ങിയപ്പോഴാണ് ഉമ്മക്ക് തന്നെയായിരുന്നു ആദി. രംഗത്തേക്ക് വന്നപ്പോൾ ഉമ്മക്ക് തന്നെയായിരുന്നു ആദി എന്നാണ് ഷാജി സാഹിബ് സൂചിപ്പിക്കുന്നത്. MSFലൊക്കെ സജീവമായി പല നാട്ടിൽ പ്രസംഗിക്കാൻ പോയി തുടങ്ങിയപ്പോൾ യാത്രയായിരുന്നു പ്രശ്നം.
രാത്രി ഏതെങ്കിലും ലോറിയിലോ മറ്റോ നാടുപിടിക്കുന്ന കാലമാണ്. നട്ടപ്പാതിരക്ക് നമുക്കറിയുന്ന ടെക്നിക്കിലൂടെ കിളിവാതിൽ തുറന്ന് അകത്തു കയറാൻ ശ്രമിക്കുമ്പോൾ ആ ചെറിയ ശബ്ദത്തിൻ്റെ തിരിച്ചറിവിൽ വാതിൽ തുറക്കുന്ന ഉമ്മക്ക് ഉറക്കമൊന്നുമില്ലേ എന്നാണോ ആലോചന. നമ്മെ കാത്ത് പാതിമയക്കത്തിൽ വഴിയിലൊരു നായ കുരച്ചാൽ പോലും ഞെട്ടിയുണർന്ന് തൻ്റെ മോൻ വരുന്നുണ്ടോ എന്ന് വഴിക്കണ്ണറിയും ഗേറ്റിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേക്ക് വാതിൽ തുറക്കുന്ന ഉമ്മ എന്നും അതിശയമാണ്. ലോകത്തെവിടെ പോയാലും നമ്മെ കാത്ത് ആ വാതിൽപ്പടിയിൽ ഉമ്മയുണ്ടാവും എന്ന ഉറപ്പ് ഹൃദ്യമായും കരുതുന്നതുമായ മറ്റൊന്നില്ല. ഉമ്മ വേഗം ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി മാത്രം കഴിയുന്നതും നേരത്തെ വീട്ടിലെത്താൻ മനസ്സ് വെമ്പു. അങ്ങനെ ജീവിതത്തിൻ്റെ ഭാവത്തിലും താളത്തിലും ക്രമം വരുത്തുന്നതിൽ ദൃശ്യമായി ഉമ്മ എന്നും കൂടെ ഉണ്ടാവും. സുഹൃത്തുക്കൾക്കൊപ്പം കൂടുമ്പോഴും പോലും കടലാസ് ചുരുട്ടി പുകവലിക്കുന്നതുൾപ്പെടെയുള്ള വികൃതികളിൽ നിന്ന് പോലും മനസ്സിനെ തടഞ്ഞത് ചെല്ലുമ്പോൾ ഉമ്മ കാത്തിരിക്കുന്നുണ്ടെന്ന ബോധ്യമായിരുന്നു. പ്രസംഗത്തിലൊക്കെ സജീവമായപ്പോൾ ജന്മനായുള്ള വാക്കിലെ ശൗര്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചതും ഉമ്മയായിരുന്നു. പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാൽ നടക്കില്ലെന്ന് കണ്ടാൽ കറക്റ്റ് ചെയ്യിക്കലാണ്. തിരഞ്ഞെടുപ്പൊക്കെ കഴിയും, നാളെയും കാണേണ്ടവരാണ് എന്നൊക്കെയാണ് ക്ലാസ്. യുവത്വത്തിൻ്റെ തിളപ്പുള്ള കാലത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റിൻ്റെ ചുമതല വഹിക്കുമ്പോൾ കുടുംബത്തിലൊരാളായാണ് എതിരാളി. വീടിൻ്റെ പുറത്തെ മതിലപ്പുറത്ത് വന്നാണ് അവരുടെ മുദ്രാവാക്യം വിളി. ഉമ്മയും തലവട്ടം പുറത്തു കണ്ടാൽ അവർ വന്ന വഴി പോവും. ഈ ബഹളമൊക്കെ കണ്ട് പൊതുപ്രവർത്തനം കൊണ്ട് ജീവിക്കരുതെന്നും സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ പൊതുപ്രവർത്തനം നടത്തണമെന്നും വാപ്പ പറഞ്ഞത് മറന്നോ എന്നായിരുന്നു ഉമ്മയുടെ ചോദ്യം. കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ അങ്ങനെ വല്ല അഴിമതിയും നടത്തിയാൽ എനിക്ക് പൊരുത്തമുണ്ടാവില്ല. യുവത്വത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നൊരു പൊതുപ്രവർത്തകനായ എൻ്റെ കാതിൽ എപ്പോഴും ഒരു താക്കീതായി ആ വാക്ക് മുഴങ്ങും. എനിക്ക് പൊരുത്തമുണ്ടാവില്ല. ജ്വല്ലറി ബിസിനസ്സിലേക്കും കൃഷിയിലേക്കുമെല്ലാം സജീവമാകാൻ പ്രധാന കാരണം അന്ന് ഉമ്മ പറഞ്ഞ വാക്കാണ്. ബിസിനസ് സജീവമായപ്പോൾ രാഷ്ട്രീയത്തിൽ നിന്ന് ഉൾവലിഞ്ഞാലോ എന്നായി ചിന്ത. ദൂരദിക്കുകളിൽ നിന്നൊക്കെ പ്രസംഗത്തിന് ക്ഷണിക്കാൻ സുബഹിക്ക് വന്ന് വീട്ടിന് മുമ്പിൽ കാത്തു നിൽക്കുന്നവരെ കണ്ടാൽ സങ്കടമാണ്. ബിസിനസ്സിൻ്റെ കൂടി തിരക്കുള്ളതിനാൽ പലരെയും ഒഴിവു കഴിവുകൾ പറഞ്ഞ് മുടക്കാൻ ശ്രമിക്കും. നേരത്തെ പൊതുപ്രവർത്തനത്തെ തടയിടാൻ ശ്രമിച്ച അതേ ഉമ്മ തന്നെ ഇടപെടും. എത്ര ദൂരത്തു നിന്ന് വന്നാണ് അവർ ക്ഷണിക്കുന്നത്? പടച്ചോൻ തന്ന കഴിവല്ലേ. പ്രസംഗത്തിന് വരാൻ പറ്റില്ലെന്ന് പറയാൻ പാടില്ല. ബിസിനസ് ഉണ്ടായിക്കോട്ടെ, നിന്നെ തിരഞ്ഞു വരുന്നവരെ നിരാശരാക്കണ്ട. അപ്പോഴാണ് ഞാൻ പൊതുപ്രവർത്തനം നടത്തുന്നതും പ്രസംഗിക്കാൻ പോകുന്നതുമെല്ലാം ഉമ്മക്ക് ഇഷ്ടമാണെന്നും ഒരു പരിധി വെക്കാൻ മാത്രമാണ് ശ്രമിച്ചതെന്നും തിരിച്ചറിഞ്ഞത്. 10 വർഷം അഴീക്കോട് MLA ആയപ്പോൾ ഒരിക്കൽ പോലും മണ്ഡലത്തിലേക്കോ തിരുവനന്തപുരത്തേക്കോ ഉമ്മ വന്നിട്ടില്ല. പായിക്കുട്ടി അമ്മയെപ്പോലെ ശബരിമലയിലേക്കോ ക്ഷേത്രങ്ങളിലേക്കോ പോകുമ്പോഴും തിരിച്ചെത്തിയാലും വീട്ടിൽ വന്ന് ഉമ്മയെ കണ്ടിരുന്ന പലരെക്കുറിച്ചും പറയും. അവർ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവെന്ന് പറയും. അവർ നിനക്ക് വഴിപാട് കഴിച്ചുവെന്ന് വൈകാരികതയോടുകൂടെ പറയുക. ഉമ്മയെ വീട്ടിൽ നിൽക്കുകയെന്നത് എപ്പോഴും വല്ലാത്തൊരു നൊമ്പരമാണ്.
ഉമ്മയെ വിട്ടു നിൽക്കുക എന്നത് ഇപ്പോഴും വല്ലാത്തൊരു നൊമ്പരമാണ്. രണ്ടാഴ്ചയൊക്കെ ആയാൽ ശക്തിയും ആശയവുമെല്ലാം ചോർന്നു പോകുന്നത് പോലെയാണ് തോന്നുക. ചിന്തയിലും വാക്കുകളിലും ബലക്കുറവ് തോന്നിയാൽ ആത്മവിശ്വാസം വീണ്ടെടുക്കാനുള്ള എൻ്റെ ഒറ്റമൂലിയാണ് ഉമ്മ. പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്താൽ 2 ആഴ്ചത്തേക്കുള്ള എനർജി ചാർജാവും. അടുത്തിരുന്ന് സംസാരിച്ചാലോ ഒന്ന് തൊട്ടാലോ ആ സമീപത്ത് അല്പനേരം ഒന്ന് ഇരുന്നാലോ നമ്മെ ചാർജ് ചെയ്യുന്ന ഊർജം, പ്രസരിപ്പ് ഉള്ളാകെ നിറക്കുന്ന മറ്റൊന്നുണ്ട് ഭൂമിയിൽ. അതുപോലെ മറ്റൊന്നില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. വാപ്പയോ മക്കളോ ഭാര്യയോ കാമുകയോ സുഹൃത്തുക്കളോ ഒന്നും ഉമ്മാക്ക് പകരമാവില്ല എന്ന് നമുക്കറിയാം. നീ തിന്നോ മരുന്ന് കുടിച്ചോ എന്ന് അന്വേഷിക്കുമ്പോൾ തിരിച്ചൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല, ഡോക്ടറെ കാണണ്ടേ എന്ന് ചോദിച്ചാൽ അതെന്തിനാ എന്നൊക്കെയാവും ഉത്തരം. അഴീക്കോട് MLA ആവുമ്പോൾ അമ്മക്കൊരുമ്മ എന്നൊരു പദ്ധതി നടപ്പാക്കിയിരുന്നു. അത്രയും സംതൃപ്തി ലഭിച്ച മറ്റൊന്ന് അക്കാലത്ത് ഉണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് എഴുതി മാതൃഭൂമി പ്രസിദ്ധീകരിച്ച പുസ്തകം എത്രയോ എഡിഷനുകളായി. രാവിലെ ഇറങ്ങുമ്പോൾ അമ്മക്കൊരുമ്മ കൊടുത്ത് ഇറങ്ങണമെന്നാണ് കുട്ടികളോട് അന്ന് പറഞ്ഞത്. ഇതെല്ലാവരോടും പറയാം, രാഷ്ട്രത്തലവന്മാരോടും കോർപ്പറേറ്റ് അധിപന്മാരോടുമെല്ലാം അതുതന്നെ പറയാം. കാരണം പ്രധാനമന്ത്രിയുടെയും മുകളിലൊരാൾ അദ്ദേഹത്തിൻ്റെ മാതാവാണ്. ലോകത്തിലെ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് അയാളുടെ അമ്മയാണ്. വേറെ ആരും അങ്ങനെയില്ല എന്നതാണ് സത്യം. പലരുടെയും സങ്കല്പത്തിൽ സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന കുട്ടികളുടെ അമ്മയാണ്. അതു മാത്രമല്ല, ഏതു പ്രായത്തിലുള്ളവരുടെ ആളുകളുടെയും മുകളിലുള്ള ഒരാളാണ് ഉമ്മ. ഏതു പ്രായത്തിലാണെങ്കിലും മക്കൾക്ക് അമ്മയെ ചേർത്ത് പിടിക്കാനാവണം. കുട്ടികളുള്ള സദസ്സിലെല്ലാം അക്കാലത്തെ ചോദിക്കുക, ഇന്നാരെല്ലാം അമ്മക്ക് ഉമ്മ കൊടുത്തു എന്നായിരുന്നു ചോദ്യം. ആദ്യമൊക്കെ 5-6 പേരായിരുന്നെങ്കിൽ ക്രമേണ അത് ഉയർന്ന് 10 100 അമ്മ എന്ന വികാരം ഓരോരുത്തരിലും ഉണ്ടാക്കുന്ന അദൃശ്യമായൊരു ദൃശ്യ സാന്നിധ്യമാണെന്ന് നേരത്തെ പറഞ്ഞത് തന്നെ അടിവരയിട്ട് പറയാനുള്ളത്. അതൊരു നേരിൻ്റെ ആത്മാശയമാണെന്നതാണ് പറയാനുള്ളത്. നമ്മോട് അരുതെന്ന് പറയാനോ ശിക്ഷിക്കാനോ മുമ്പിലില്ലെങ്കിൽ വേദനിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ബോധ്യമായി നേർവഴിയിലേക്കുള്ള ചോദനയാണത്. ലഹരിക്ക് അടിമയായി അമ്മയെ ആക്രമിക്കുന്നതും കൊല്ലുന്നതുമായ വാർത്ത കേൾക്കുന്നൊരു കാലമാണിന്ന്. ഏറ്റവും അപകടകരമായ സിന്തറ്റിക് ഡ്രഗ്സ് ഇല്ലാതെ അമ്മക്ക് നേരെ വാളോങ്ങാനാവുമോ? അവൻ മനുഷ്യനാണോ എന്ന് നമ്മൾ ചോദിക്കുന്നത് ആ തലത്തിൽ നിന്നാണ്. അമ്മയെ തല്ലിയാലും 2 പക്ഷം എന്നൊരു ചൊല്ല് പോലും ഉണ്ടായിട്ടുണ്ട്. അതൊരു അപൂർവമായ സംഗതി എന്ന നിലക്കാണ്. അത്രമേൽ വിനീതമാണ്, ആർദ്രമായി പോകുന്നൊരു വികാരമാണ് അമ്മ. മാതാപിതാ ഗുരു ദൈവം എന്നൊരു മോക്ഷമാർഗം പറയാറുണ്ട്. അതിൻ്റെ ആദ്യത്തിൽ വരുന്നതും ദൈവമോക്ഷത്തിൻ്റെ ആണിക്കല്ലും മറ്റാരുമല്ല, മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ വൈകാരികതയുടെയും എല്ലാ പ്രണയങ്ങളുടെയും ഇഷ്ടത്തിൻ്റെയും കരുതലും താക്കീതിൻ്റെയും ഉപദേശത്തിൻ്റെയും മൂർത്തമായ ഭാവമാണ്. ഈ മാതൃസ്നേഹത്തിൻ്റെ വികാരവായ്പകളെ യാകെ ഒറ്റവാക്കിൽ ഇങ്ങനെ സംക്രമിക്കാം: മാതാവിൻ്റെ കാലിനടിയിലാണ് സ്വർഗം. ബഹുമാനനായ KM ഷാജി സാഹിബ്. ഇന്ന്
ലോക മാതൃദിനത്തിൽ അദ്ദേഹത്തിൻ്റെതായ ലേഖനം വായിച്ചപ്പോൾ ഏറെ ഉള്ളിൽ നമുക്കൊക്കെ ഉണ്ടാകുന്നൊരു വികാരം അത് നിങ്ങൾക്ക് കൂടി കേൾപ്പിക്കാമെന്ന് കരുതിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത്. ഇന്നത്തെ ലോക മാതൃദിനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ ഉമ്മമാർക്കും അള്ളാഹു ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ എന്നാണ്. നമ്മുടെയൊക്കെ ഉമ്മമാരും മറ്റും നമ്മളൊക്കെ ഈ നിലയിലെത്തിക്കാൻ ഏറെ കഷ്ടപ്പാടുകളും ഏറെ ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ചിട്ടാണ് നമ്മളൊക്കെ ഈ നിലയിൽ എത്തിയിട്ടുള്ളത്. വ്യക്തിപരമായൊക്കെ ഉമ്മയുടെ ഉമ്മ കൂടെയുള്ള ആ ഒരു മനസ്സിനുള്ളൊരു സന്തോഷം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം അത് അതിൻ്റേതായ അളവിൽ ഉമ്മയുടെ സ്നേഹം ലഭിച്ച ആളുകൾ എന്നുള്ള നിലക്ക് നമുക്ക് ഇന്നത്തെ മാതൃദിനത്തിൽ ഒരിക്കലും നമ്മുടെ ഉമ്മമാരെ മറക്കാൻ കഴിയില്ല എന്നുകൂടി ഈ സമയത്തുണർത്തിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും സഹപ്രവർത്തകർക്കും എല്ലാവർക്കും ഇന്നത്തെ മാതൃദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല ലേഖനങ്ങൾ ഇനിയും നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോയിൽ അവതരിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇതിലൂടെ കുറേ കാര്യങ്ങൾ ഇതിലൂടെ നമുക്ക് പഠിക്കാനുണ്ടാവും. അത് നിങ്ങൾക്ക് കൂടി അറിയിക്കാൻ ഒരവസരം ലഭിച്ചു എന്നതിൽ അൽഹംദുലില്ലാഹ് സന്തോഷമാണ്. ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു മാതൃദിനത്തിൽ നമ്മുടെ ഉമ്മമാരെ ഓർത്തുകൊണ്ട് എല്ലാവർക്കും ദീർഘായുസ്സിനായും ആഫിയത്തോടുകൂടൽ ദീർഘായുസ്സിനായും പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ പലരുടെയും ഉമ്മമാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ അള്ളാഹു സ്വർഗം നൽകി ആദരിക്കട്ടെ. അവരോടൊപ്പം നമ്മയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമസ്കാരം.